ശ്രീ മോൻസ് ജോസഫ്. സർ, നമ്മുടെ ബ്രോഡ്ബാൻഡ് സേവനത്തിന് വേണ്ടി ടെലികോം കമ്പനികൾ 2G, 3G, 4G മൊബൈൽ സേവനങ്ങൾക്ക് നിശ്ചയിച്ച ഉയർന്ന നിരക്ക് KSCBL ഇപ്പോൾ ഈടാക്കി വരുന്ന കൂടിയ നിരക്ക് പിൻവലിച്ച് ഈ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV നിരക്ക് ഏകീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ സംരംഭകരായ 5000-ഓളം ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിച്ച് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കമ്പനിയായി രൂപീകരിക്കുകയും കേരള വിഷൻ എന്ന ഒരു പൊതു ബ്രാൻഡിലാണ് കേരളത്തിൽ ചെറുകിട ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് മേഖല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV സർവീസ് 30 ലക്ഷത്തോളം വീടുകളിൽ സേവനം എത്തിച്ച് ദേശീയ തലത്തിൽ 5ാം സ്ഥാനത്തും 12.5 ലക്ഷത്തോളം കണക്ഷൻ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 6ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. വൻകിട കോർപ്പറേറ്റുകൾ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സർവീസ് മേഖലയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കേരള TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തുകയും ആ ചർച്ചയെ തുടർന്ന് ഒരു ഏകീകരിച്ച സബ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം തൊഴിൽ സംരംഭകരായ ഓപ്പറേറ്റർമാർക്ക് ആശ്വാസം കിട്ടുന്ന വിധത്തിൽ വൈദ്യുതി പോസ്റ്റ് വാടക നിരക്ക് 300 രൂപയായി നഗരസഭകളിലും 145 രൂപയായി പഞ്ചായത്തുകളിലും വാർഷിക വർധനവ് 3% പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് ഉള്ള രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പ്രകാരമുള്ള സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് ബ്രോഡ്ബാൻഡ് സേവനത്തിന് വൻകിട ടെലികോം കമ്പനികളിൽ നിന്നും 2G, 3G, 4G മൊബൈൽ സേവനങ്ങൾക്ക് നിശ്ചയിച്ച ഉയർന്ന നിരക്ക് തന്നെ KSCB ഈടാക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സർ, ഇതുമൂലം ഈ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നു. ഈ ഉയർന്ന നിരക്ക് പിൻവലിച്ച് ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ TV നിരക്ക് ഏകീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ചർച്ച വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ സമരം മാറ്റിവെച്ചിരിക്കുകയാണ്. സർ, ഇപ്പോൾ ഇവർ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ സ്വയം തൊഴിൽ സംരംഭകരായ ആയിരക്കണക്കിന് കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും 1 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരുടെയും നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുത മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. സർ, വൈദ്യുത പോസ്റ്റുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് 1/4/2021 മുതൽ ഒരു പോസ്റ്റിന് KSCB ഈടാക്കുന്ന പ്രതിവർഷ വാടക കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ 300 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 145 രൂപയുമാണ്. 3% വാർഷിക വർധനവും നിശ്ചയിച്ചിട്ടുണ്ട്. 2G, 3G, 4G ഇന്റർനെറ്റ് മൊബൈൽ കണക്ഷൻ സ്ഥാപനങ്ങൾക്ക് ആയത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിൽ 506.68 രൂപയും പഞ്ചായത്തുകളിൽ 253.29 രൂപയുമാണ്. പ്രസ്തുത നിരക്ക് ഓപ്പറേറ്റർമാർ നൽകി വരുന്ന സേവനത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ്. ചെറുകിട വൻകിട സേവനദാതാക്കൾ എന്ന വേർതിരിവില്ല. 2 സേവനങ്ങളും ഒരുമിച്ച് നൽകി വരുന്നവർക്ക് ഉയർന്ന നിരക്കാണ് ബാധകം. കേബിൾ TV ഇന്റർനെറ്റ് കേബിളുകൾക്ക് നിലവിൽ KSCBL ഈടാക്കി വരുന്ന നിരക്കുകൾ ഏകീകരിക്കുക. കേന്ദ്ര സർക്കാർ 2024 പുറത്തിറക്കിയ ഇന്ത്യൻ ടെലിഗ്രാഫ് റൈറ്റ് ഓഫ് ഫെയർ റൂൾസ് 2024 പ്രകാരം മാത്രം പോസ്റ്റ് വാടക ഈടാക്കുക. BSNL നടപ്പിലാക്കുന്ന ഭാരത് നെറ്റ് പദ്ധതിക്ക് കേബിൾ വാടക ഒഴിവാക്കി നൽകുക തുടങ്ങിയ പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എത്രയും വേഗം സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച യോഗവുമായി ബന്ധപ്പെട്ട കാര്യവും സർക്കാരിന് പരിഗണിക്കാവുന്നത്.